ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷീല ജയൻ. ഇന്നത്തെ സൺഡേ സ്പെഷ്യലാണ് ഒരു അടിപൊളി മത്തി മുളകിട്ടതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇതിനായിട്ട് ആദ്യമായി 2.5 സ്പൂൺ മുളക് പൊടി, 2.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഒരു പാനിൽ ഇട്ട് വറുത്തെടുക്കുക. നല്ലതുപോലെ ഇളക്കി എടുക്കണം, അല്ലെങ്കിൽ കരിയും. മീഡിയം ഫ്ലെയിമിൽ വേണം ഇളക്കേണ്ടുന്നത്. അങ്ങനെ നല്ലതുപോലെ പൊടികൾ മൂത്തു. അതിനെ വറുത്ത് മാറ്റിയതിന് ശേഷം 10 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, വലുതാണ് വെളുത്തുള്ളി, അതുകൊണ്ടാണ് 2 എണ്ണം മതി. പിന്നെ അതിനകത്ത് ചെറിയ ഉള്ളി, ഇഞ്ചി ഇവയെല്ലാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഉള്ളിയെല്ലാം അരിഞ്ഞ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ചു. 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ചുവന്ന ഉള്ളി, കടുക് വറുക്കാനായി അരിഞ്ഞു വെച്ചത്, 2 അല്ലി വെളുത്തുള്ളി, കടുക് പൊട്ടി വന്നതിന് ശേഷം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുക. ഈ സമയം കൊണ്ട് വറുത്ത പൊടി, 10 ചുവന്ന ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഒരു ചെറിയ കഷണം ഇഞ്ചി ഇവയെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ച് വയ്ക്കണം. കടുക് പൊട്ടിക്കുന്ന സമയം കൊണ്ട് നല്ലതുപോലെ ചുവന്നുള്ളി ചുവന്ന് വരുന്നത് വരെ വഴറ്റുക. ഇങ്ങനെ ചുവന്നുള്ളി മൂത്ത് കഴിയുമ്പോഴേക്കും ഒരുവിധം മൂക്കാറാകുമ്പോൾ രണ്ട് 3 വറ്റൽ മുളക്, കറിവേപ്പില, വറ്റൽ മുളക് 3ആയിട്ട് മുറിച്ചതും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. വീണ്ടും ഇളക്കുക. നല്ല മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇവയെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മൂത്ത് കഴിയുമ്പോഴേക്കും ഒരു തക്കാളി അരിഞ്ഞത് 5-6 കഷ്ണങ്ങളാക്കിയതും, പച്ചമുളകും 2 പച്ചമുളകും അരിഞ്ഞതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം.
അങ്ങനെ തക്കാളി ആഡ് ചെയ്തു. ഇനി വീണ്ടും വഴറ്റുക. ഇവയെല്ലാം കൂടി വഴറ്റി കഴിയുമ്പോഴേക്കും നല്ല മൂത്ത് കഴിയുമ്പോൾ ഒരു മണം വരും. ഈ സമയം കൊണ്ട് മിക്സിയിൽ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നല്ലതുപോലെ വഴറ്റി എല്ലാം യോജിപ്പിച്ച് നല്ല മൂത്തിട്ടുണ്ട്. അല്പം ഉലുവ ആഡ് ചെയ്യണം. ആദ്യം ഇടേണ്ടതായിരുന്നു കടുകിനോടൊപ്പം. അങ്ങനെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ തിളയ്ക്കാനായിട്ട് വയ്ക്കുക. 3 കഷണം കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും. മത്തി അങ്ങനെ കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. അങ്ങനെ കറി നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങി. ഇതിലേക്ക് മത്തി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വീണ്ടും തിളച്ച് വേകാനായിട്ട് വയ്ക്കുക. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഇത് നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടും. കുറുകിയ ചാറോട് കൂടിയ മത്തിക്കറി ചൂടോടെ ഉപയോഗിക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കൂട്ടുകാരെ.